SSLC മോഡൽ എക്സാമിനേഷൻ 2024 കെമിസ്ട്രി ചോദ്യപേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാധ്യമല്ലാത്ത സബ്ഷെൽ ഏത്? ഇവിടെ തന്നിരിക്കുന്നത് 3F 3D 3P 4F അല്ലേ. ഇവിടെ സാധ്യമല്ലാത്തത് 3F ആണ് അല്ലേ. 3F എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലാണുള്ളത്. 3S 3P 3D അല്ലേ. ഓക്കെ, അപ്പോൾ ഉത്തരം 3F ആണ് സാധ്യമല്ലാത്തത്. ചോദ്യം 2: ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുതവിശ്ലേഷണം നടത്തുമ്പോൾ കാഥോഡിൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുതവിശ്ലേഷണം നടത്തുമ്പോൾ കാഥോഡിൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? ഉത്തരം സോഡിയം അഥവാ Na. ഇവിടെ കാഥോഡ് നെഗറ്റീവ് ഇലക്ട്രോഡാണ്. എപ്പോഴും നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് വരുന്നത് പോസിറ്റീവ് അയോൺ ആയിരിക്കും. സോഡിയമാണ് ഉരുകിയ സോഡിയം ക്ലോറൈഡിലെ പോസിറ്റീവ് അയോൺ. Na+ ആയിരുന്നു. അത് അവിടെ എത്തി നിരോക്സീകരണം സംഭവിച്ചാണ് സോഡിയം ആറ്റം ആകുന്നത്. ഓക്കെ, ഇനി ചോദ്യം 3: അമോണിയയുടെ ഗാഢജലീയ ലായനി ഡാഷ് എന്നറിയപ്പെടുന്നു. ഉത്തരം ലിക്കർ അമോണിയ. ലിക്കർ അമോണിയാണ് ഉത്തരം. മറ്റൊന്നും കൂടെ മനസ്സിലാക്കേണ്ടത്, അമോണിയ ദ്രവീകരിച്ച ഇതാണ് ലിക്വിഡ് അമോണിയ അല്ലേ. വാതക അമോണിയ ദ്രവീകരിച്ചതാണ് ലിക്വിഡ് അമോണിയ എന്നറിയപ്പെടുന്നത്. ഇവിടെ അമോണിയയുടെ ഗാഢജലീയ ലായനിയാണ് ലിക്കർ അമോണിയ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം 4: കാർബോക്സിലിക് അഥവാ COOH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങൾ പൊതുവായി അറിയപ്പെടുന്ന പേരെഴുതുക. കാർബോക്സിലിക് ഫങ്ഷണൽ ഗ്രൂപ്പുള്ള സംയുക്തങ്ങൾ പൊതുവായി അറിയപ്പെടുന്ന പേര് കാർബോക്സിലിക് ആസിഡുകൾ അല്ലേ. കാർബോക്സിലിക് ആസിഡ് എന്നാണ് പേര്. നെക്സ്റ്റ് ചോദ്യം 5: ബോയിൽ നിയമം പ്രസ്താവിക്കുക. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഇതാണ് ബോയിൽ നിയമം. ഇതുകൂടാതെ മറ്റുള്ള 2 നിയമങ്ങളാണ്. ഒന്ന് ചാൾസ് നിയമം, അതുപോലെ മറ്റൊന്ന് അവഗാഡ്രോ നിയമം. ചാൾസ് നിയമത്തിൽ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ താപനില കെൽവിൻ സ്കെയിലിലെ താപനില വ്യാപ്തത്തിന് നേർ ആനുപാതികത്തിൽ ആയിരിക്കും. അതുപോലെ അവഗാഡ്രോ നിയമം പറയുമ്പോൾ താപനിലയും മർദ്ദവും സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ ആനുപാതികമാണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം 6: ആറാമത്തെ ചോദ്യം: ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും വാതകങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക. 2 മാർക്കിനുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ 2 എണ്ണം ശരിയായിട്ടുണ്ട് അല്ലേ. ഒന്ന് എ ശരിയാണ്. ഒരു വാതകത്തിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലെ തന്മാത്രകളുടെ യഥാർത്ഥ വ്യാപ്തം വളരെ നിസ്സാരമാണ് അല്ലേ. കുറഞ്ഞ വ്യാപ്തമാണ് തന്മാത്രകൾക്ക് ഉണ്ടായിരിക്കുക ഒരു വാതകത്തിൻ്റെ വ്യാപ്തം മൊത്തമായിട്ട് നോക്കുന്ന സമയത്ത്. ഇനി രണ്ടാമത് വരുന്ന തെറ്റാണ്. വാതകത്തിൻ്റെ തന്മാത്രകൾ ഒരേ ദിശയിൽ മാത്രം ചലിക്കുന്നു അല്ലേ. വാതകങ്ങൾ എങ്ങോട്ടും ചലിക്കും. ഇനി സി: വാതകത്തിൻ്റെ തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. സിയും ശരിയാണ് അല്ലേ. പിന്നെ ഡി പറയുന്നത് വാതക തന്മാത്രകളുടെ കൂട്ടിമുട്ടലുകൾ ഇലാസ്തികമല്ല, ഇലാസ്തികമാണ് അല്ലേ. അപ്പോൾ ഇവിടെ എയും സിയുമാണ് ശരി. ഇനി ചോദ്യം 7: ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിൽ അഥവാ HCl മുക്കിയ ഒരു ഗ്ലാസ് ദണ്ട് അമോണിയ വാതകത്തിന് മുകളിൽ കാണിച്ചപ്പോൾ കട്ടിയുള്ള വെളുത്ത പുക ഉണ്ടായി. ചോദ്യം എ: ഈ പരീക്ഷണത്തിൽ ഉണ്ടായ സംയുക്തം ഏത്? അതായത് ഇവിടെ കട്ടിയുള്ള വെളുത്ത പുക അല്ലേ.
ഈ HCl മുക്കിയ ഗ്ലാസ് റോഡ് അമോണിയ വാതകത്തിന് മുകളിൽ കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥമാണ് അല്ലെങ്കിൽ സംയുക്തമാണ് അമോണിയം ക്ലോറൈഡ് അഥവാ NH4Cl. ചോദ്യം ബി, ഈ സംയുക്തം ഉണ്ടാകുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യം എഴുതുക. ഇതാണ് അമോണിയ NH3 പ്ലസ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ഗീവ്സ് NH4Cl. അമോണിയം ക്ലോറൈഡാണ് ഉണ്ടാകുന്ന പദാർത്ഥം അഥവാ വെളുത്ത കട്ടിയുള്ള പുക അല്ലേ. നെക്സ്റ്റ് ചോദ്യം 8. ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങളുടെ IUPAC നാമം എഴുതുക. IUPAC നാമം എഴുതാനുള്ള ചോദ്യമാണ്. ഒന്ന് CH3CH2Cl അല്ലേ. നമുക്കറിയാം ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കുന്ന പദമാണ് ക്ലോറോ. അപ്പോൾ ഇവിടെ 2 കാർബൺ ആറ്റങ്ങളാണുള്ളത്. ക്ലോറോ ഈഥൈനാണ്. ക്ലോറോ ഈഥൈൻ അല്ലേ. ക്ലോറോ ഈഥൈനാണ്. മീഥൈൻ എന്നാണ് എഴുതിയിട്ടുള്ളത്, ശരിയാക്കണം. ക്ലോറോ ഈഥൈൻ എന്നാണ്. ഈഥൈൻ, മീഥൈൻ അല്ല, ഈഥൈൻ, ക്ലോറോ ഈഥൈൻ. ഇനി ബി ചോദ്യം, CH3CH2OCH3 ഇത് ഈഥർ ഗ്രൂപ്പാണ്. ഇങ്ങനെ നമ്മൾ ഈഥർ ഗ്രൂപ്പിൻ്റെ പേര് എഴുതാം. ആദ്യം നമ്മൾ ഓക്സിജൻ്റെ ഇരുഭാഗത്തുമുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കുക. ഏറ്റവും ചെറിയ ഭാഗം ആദ്യം എടുക്കുക, അതിൻ്റെ പദമൂലം മാത്രം അല്ലേ. CH3യിൽ 1 കാർബണാണുള്ളത്, മീഥ് അല്ലേ. പിന്നെ ഓക്സിജൻ, ഓക്സി. പിന്നെ അടുത്ത ഭാഗത്തിൻ്റെ ആൽക്കൈൻ്റെ പേര് 2 കാർബൺ ആയിട്ടുള്ള ആൽക്കൈനാണ് ഈഥൈൻ അല്ലേ. അപ്പോൾ ഉത്തരം മിഥോക്സി ഈഥൈൻ അല്ലേ. ആൻസർ മിഥോക്സി ഈഥൈൻ. ചോദ്യം 9. മൊളാസസിൻ്റെ ഫെർമെൻറ്റേഷനെ കാണിക്കുന്ന സമവാക്യം വിശകലനം ചെയ്യുക. ഇതാണ് സമവാക്യം. C6H12O6 ഗീവ്സ്, മുകളിൽ എൻസൈം A എന്ന് തന്നിട്ടുണ്ട്, 2C2H5OH പ്ലസ് CO2 അല്ലേ. ഇവിടെ എഥനോൾ അല്ലേ, എഥനോൾ അഥവാ വാഷ് അല്ലേ, കൂടെ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഫെർമെൻറ്റേഷനിലെ 2ാമത്തെ ഘട്ടമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. അതായത് ഈ ഫ്രക്ടോസ് വാഷ് അല്ലെങ്കിൽ എഥനോളായിട്ട് മാറുന്ന രാസപ്രവർത്തനമാണ് ഇത്. ഇനി ചോദ്യം എ, എൻസൈം A ഏതാണെന്ന് എഴുതുക. ഇവിടെ ഫ്രക്ടോസിനെ എഥനോൾ അല്ലെങ്കിൽ വാഷാക്കി മാറ്റുന്നത് സൈമേഴ്സ് എന്ന് പറയുന്ന എൻസൈമാണ് അല്ലേ. സൈമേഴ്സ് ആണ് ഉത്തരം. ചോദ്യം ബി, വാഷിനെ അംശിക സേചനം നടത്തിയാൽ ലഭിക്കുന്ന ഉൽപ്പന്നം ഏത്? വാഷിനെ അംശിക സേചനം നടത്തിയാൽ ലഭിക്കുന്നത് റെക്ടിഫൈഡ് സ്പിരിറ്റ് ആണ്. റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം ഈ മൊളാസസ് അല്ലെങ്കിൽ പഞ്ചസാര ലായനി അല്ലേ, C12H22O11 പ്ലസ് H2O അല്ലേ. അത് അവിടെ ഒരു ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ, അതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇൻവെർട്ടേസ് എന്ന എൻസൈം ഉണ്ടായിട്ടാണ് അവിടെ ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകുന്നത്. ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും തന്മാത്രാ വാക്യം അല്ലെങ്കിൽ തന്മാത്രാ സൂത്രം ഒന്ന് തന്നെയാണ്, C6H12O6. ഇപ്പോൾ 2ാമത്തെ ഘട്ടമാണ് നമുക്ക് തന്നത്. ഓക്കെ. ഇനി ചോദ്യം 10. ചോദ്യം ഇതാണ്. അതിൽ സിങ്ക് ലോഹത്തെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഏത് അല്ലേ. സിങ്കിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് സ്വേദനം. ചോദ്യം ബി, സിങ്കിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത് അല്ലേ. സിങ്കിന് തിളനില കുറവ്, തിളനില എന്ന സവിശേഷതയാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഇനി ചോദ്യം 11. 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ ചോദ്യം ഇതാണ്. സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിൽ നടത്തിയ പരീക്ഷണ ഫലങ്ങളാണ് പട്ടികയിൽ നൽകിയിരിക്കുന്നത്. 3 കോളങ്ങളുണ്ട്. വ്യാപ്തം അല്ലേ, V ലിറ്ററിൽ, താപനില T അഥവാ ടെമ്പറേച്ചറാണ് കെൽവിനിലാണ് തന്നിട്ടുള്ളത്, അതുപോലെ V/T. ഇവിടെ ആദ്യ വ്യാപ്തം 24, അതിലുള്ള താപനില
800 അല്ലേ? അപ്പോൾ V/T 24/800 എന്ന് പറയുമ്പോൾ 0.03. ഇനി വ്യാപ്തം നേർപകുതിയായി കുറഞ്ഞു, 12 കുറഞ്ഞപ്പോൾ താപനിലയും എന്ത് ചെയ്തു? അതിൻ്റെ നേർപകുതിയായി കുറഞ്ഞു, 800 എന്നുള്ളത് 400 12/400 അപ്പോഴും V/T 0.03 അല്ലേ? സ്ഥിരസംഖ്യയാണ്. ഇനി വ്യാപ്തം വീണ്ടും നേർപകുതിയായി 6 താപനിലയും എന്തായി? നേർപകുതിയായി അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് നേർ ആനുപാതികമാണ്. ഇനി അപ്പോൾ ഇവിടെ 6/200 0.03. ഇനി ചോദ്യമേ, ഈ പട്ടിക സൂചിപ്പിക്കുന്ന വാതക നിയമം ഏത്? അല്ലേ? വിയും ടിയും തമ്മിലുള്ള ബന്ധം ചാൾസ് നിയമമാണ്. ഓക്കെ. ഇനി ബി, നിത്യജീവിതത്തിൽ ഈ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സന്ദർഭം എഴുതുക. സന്ദർഭമാണ് ഊതി വീർപ്പിച്ച ബലൂൺ വെയിലത്ത് വെച്ചാൽ പൊട്ടിപ്പോകുന്നത് അല്ലേ? ബലൂണിനകത്ത് വായു അല്ലേ വ്യാപ്തം കൂടുകയാണ്. താപനില കൂടുമ്പോൾ അല്ലേ, ചൂട് കൂടുമ്പോൾ ബലൂണിനകത്തെ വ്യാപ്തവും കൂടിയിട്ടാണ് ബലൂൺ പൊട്ടിപ്പോകുന്നത്. ഇനി സി, 100 K താപനിലയിൽ ഈ വാതകത്തിൻ്റെ വ്യാപ്തം കണ്ടെത്തുക അല്ലേ? വളരെ സിമ്പിളായ ചോദ്യമാണ് അല്ലേ? ഇവിടെ വ്യാപ്തം ഇങ്ങനെ കുറഞ്ഞു വന്ന് ഇനി 6 അതിൻ്റെ നേർപകുതിയായി കഴിഞ്ഞാൽ വ്യാപ്തം എന്ത് ചെയ്യും? നേർപകുതി അല്ലേ? ഇവിടെ താപനിലയിൽ നേർപകുതിയാകും. എത്രയാണത്? 100 അല്ലേ? 100 കെൽവിനിൽ വാതകത്തിൻ്റെ വ്യാപ്തമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ താപനില 100 ആയാൽ വ്യാപ്തം എത്രയാകും? 3 ആകും. ഓക്കെ, ഉത്തരം 3. ഇനി ചോദ്യം 12. ചോദ്യം ഇതാണ്: ഒരു കോപ്പർ തകിട് അല്പനേരം AgNO3 ലൈനിൽ മുക്കി വയ്ക്കുന്നു. AgNO3 അഥവാ സിൽവർ നൈട്രേറ്റ് ലൈനിലാണ് കോപ്പർ തകിട് മുക്കി വെക്കുന്നത്. അതിൽ ചോദ്യം: ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 2 നിരീക്ഷണങ്ങൾ എഴുതുക. 2 നിരീക്ഷണം. ഇവിടെ ഈ ലായനിയുടെ നിറം നീലയാകുന്നു അല്ലേ? ലായനിക്ക് നീല നിറം ഉണ്ടാകുന്നു. അതുപോലെ ഇതൊരു ആദേശ രാസപ്രവർത്തനമാണ്. ഈ സിൽവറിനെ കോപ്പർ ആദേശം ചെയ്യുകയാണ് ഈ നിലനിറം ഉണ്ടാകാനുള്ള കാരണം അല്ലേ? ഇനി അടുത്ത ബി ചോദ്യം: ലായനിയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ കാരണം എഴുതുക. അതായത് കോപ്പർ തകിടിലെ കോപ്പർ ആറ്റത്തിന് ഓക്സീകരണം സംഭവിച്ച് കോപ്പർ അയോൺ അല്ലേ, അല്ലെങ്കിൽ Cu2+ അയോണുകൾ ലായനിയിലേക്ക് പോകുന്നതിനാലാണ് ഈ ലായനിയിൽ ഉണ്ടാകുന്ന മാറ്റം അല്ലേ? ലായനിക്ക് ശരിക്കും നീല നിറമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ സിൽവർ നൈട്രേറ്റിലെ സിൽവറിനെ ക്രിയാശീലത കൂടിയ കോപ്പർ ആദേശം ചെയ്യുന്നതാണ് ഇതിനുള്ള കാരണം. ഇനി ചോദ്യം 13. 2 മൂലകങ്ങളുടെ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. പ്രതീകങ്ങൾ യഥാർത്ഥമല്ല. ഒന്ന് X Ne3s2 3p1, Y Ne3s2 3p5 അല്ലേ? അപ്പം ഇത് ഇലക്ട്രോൺ വിന്യാസത്തിൻ്റെ ചുരുക്കരൂപമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? തൊട്ടടുത്ത മൂലകത്തിൻ്റെ അലസ്വാതകത്തിൻ്റെ പ്രതീകം ബ്രാക്കറ്റിലാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ ചോദ്യമേ, X, Y എന്നിവയുടെ ഗ്രൂപ്പുകൾ കണ്ടെത്തുക. നോക്കൂ, ആദ്യം നമുക്ക് X നോക്കാം. X 3s2 3p1 എന്നാണ്. അപ്പോൾ ഇത് അവസാന സബ്ഷെല്ലിൽ P ആണ് വരുന്നത്. അപ്പോൾ P അവസാനത്തിൽ വരുമ്പോൾ ഏതാ ബ്ലോക്ക് വരിക? P ബ്ലോക്കാണ് വരുന്നത് അല്ലേ? P ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? അവസാന ഇലക്ട്രോണിനോട് 12 കൂട്ടി എഴുതിയാൽ മതി അല്ലേ? അപ്പോൾ 3p1 ആണ്. 1 + 12 എത്ര വരിക? 13 ആണ് ഈ എക്സിൻ്റെ ഗ്രൂപ്പ്. ഓക്കെ, എക്സിൻ്റെ ഗ്രൂപ്പ് 13. ഇനി Y നോക്കൂ, Ne3s2 3p5 അല്ലേ? എന്നും P ബ്ലോക്ക് മൂലകമാണ്. അവസാന ഇലക്ട്രോൺ Pയിലാണ്, അതുകൊണ്ട് P ബ്ലോക്കാണ്. P ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് കാണാൻ അവസാന ഇലക്ട്രോൺ +12. അപ്പോൾ 5 + 12 എന്ന് വരും. 17 ആണ് Yയുടെ ഗ്രൂപ്പ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ B. Yയുടെ സംയോജകത എത്ര അല്ലേ? Y സംയോജകത അതായത് അവസാന ഷെല്ലിൽ നിന്ന് എത്ര ഇലക്ട്രോണാണോ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണാണോ വിട്ടുകൊടുക്കുന്നത് അഷ്ടകം പൂർത്തീകരിക്കാൻ വേണ്ടി, ആ ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് ശരിക്കും
ഈ സംയോജകത അഥവാ വാലൻസി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇല്ല, അപ്പോൾ അവിടെ നമുക്ക് y ആണ് ചോദിച്ചിട്ടുള്ളത്. y ഇതാ 3s2 3p5 ഇല്ല. ഇത് രണ്ടും ഈ രണ്ട് സബ് ഷെല്ലും അവസാന ഷെല്ലിൽ വരുന്നതാണ്. അപ്പോൾ 7 ഇലക്ട്രോൺ. ഇനി വേണമെങ്കിൽ നമുക്കതിനെ ഇങ്ങനെ എഴുതാം, 1s2 അല്ലെ, മൊത്തമായിട്ട് എഴുതുമ്പോൾ 1s2 2s2 2p6 3s2 3p5 അല്ലേ. അതായത് ഒന്നാമത്തെ ഷെല്ല് 1s2 മാത്രമാണുള്ളത്, 2 ഇലക്ട്രോണ്. രണ്ടാമത്തിൽ 2s2 2p6 8 ഇലക്ട്രോണ്. അവസാനത്തിൽ 3s2 3p5 7 ഇലക്ട്രോൺ. അപ്പോൾ 2 8 7 അല്ലേ. ഈ y ഒരു രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കും. എത്ര എണ്ണത്തിനെ സ്വീകരിക്കും? 1 സ്വീകരിക്കും. കാരണം 2 8 7 ഇലക്ട്രോണുകൾ ഓൾറെഡി അതിൻ്റെ ബാധിതമ ഷെല്ലിലുണ്ട്. അപ്പോൾ 1 ഇലക്ട്രോൺ മതി. ആ വാങ്ങുന്ന 1 ഇലക്ട്രോണാണ് അതിൻ്റെ സംയോജകത. ഓക്കെ, അപ്പോൾ വൈയുടെ സംയോജകത 1. ഇനി സി ചോദ്യം, എക്സ് y ഇവ തമ്മിൽ സംയോജിച്ചുണ്ടാകുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എഴുതുക. ഉത്തരം XY3 എന്നാണ്. ഇനി അത് കിട്ടിയത് എങ്ങനെയൊന്ന് മനസ്സിലാക്കുക. ഇവിടെ വൈയുടെ സംയോജകത നമ്മൾ മനസ്സിലാക്കി അല്ലേ. വൈയുടെ സംയോജകത എത്രയാണ്? 1. അതുപോലെ എക്സിൻ്റെ സംയോജകത വരുന്നത് നോക്കൂ 3 വരുന്നത് അല്ലേ. ഇങ്ങനെ ഇതാ 1s2 2 2s2 2p6 8, പിന്നെ അവസാന ഷെല്ലിൽ 3s2 3p1 ആണുള്ളത്, അത് 3 ഇലക്ട്രോൺ അല്ലേ. അപ്പോൾ എക്സ് രാസപ്രവർത്തനത്തിൽ എന്ത് ചെയ്യും? 3 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും അല്ലെങ്കിൽ വിട്ടുകൊടുക്കും. ആ വിട്ടുകൊടുക്കുന്ന നമ്പറാണ് അതിൻ്റെ സംയോജകത 3. അപ്പോൾ എക്സിൻ്റെ സംയോജകത 3ഉം വൈയുടെ സംയോജകത 1ഉമാണ്. നമ്മൾ രാസസൂത്രം എഴുതുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ചെയ്യേണ്ടത് പോസിറ്റീവ് മൂലകം, അതായത് ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുന്ന മൂലകം ആദ്യം എഴുതുക എക്സ്. തൊട്ടടുത്ത് അതിനോട് കൂടിച്ചേരുന്ന മൂലകം അല്ലേ വൈയും നമ്മൾ എഴുതി. ഇനി സംയോജകത പരസ്പരം മാറ്റി എഴുതുക. ഇവിടെ എക്സിൻ്റെ എക്സിൻ്റെ 3 വൈക്ക് കൊടുക്കുന്നു, വൈയുടെ 1 എക്സിന് കൊടുക്കുന്നു. ഒന്നാണെങ്കിൽ അത് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ. പൊതുഘടകം കൊണ്ട് ഹരിക്കാനുണ്ടെങ്കിൽ എച്ച് എഴുതണം, ഇവിടെ പൊതുഘടകമൊന്നുമില്ല. അപ്പോൾ XY3 എന്നാണ് രാസസൂത്രം. ഓക്കെ, ഇനി ചോദ്യം 14. അതിലെ ചോദ്യം, ഈഥീൻ CH2 ദ്വിബന്ധനം CH2 എന്ന സംയുക്തത്തിൽ നിന്നും ചുവടെ നൽകിയിരിക്കുന്ന സംയുക്തങ്ങൾ എങ്ങനെ നിർമ്മിക്കാം? ഓരോ പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യങ്ങൾ എഴുതുക. അപ്പോൾ ചോദ്യം ഇതാണ്. നമുക്കിവിടെ ഈഥീൻ അല്ലേ, ദ്വിബന്ധനമുള്ള ഈഥീൻ CH2 എന്ന ഒരു സംയുക്തം തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് 2 സംയുക്തങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ എഴുതണം. അപ്പോൾ ആദ്യം ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് CH3 ഏകബന്ധനം CH3, അതായത് ഈഥെയിൻ ആൽക്കൈനാണ്. ഈഥെയിൻ എങ്ങനെ ഉണ്ടാക്കും അല്ല. അപ്പോൾ ഇതിന് ഈഥെയിൻ ഉണ്ടാക്കുന്നത് എന്ത് ചെയ്യണം? ഇതാണ് CH2 ദ്വിബന്ധനം CH2 + H2 അഡീഷൻ പ്രവർത്തനമാണ് അല്ലേ. അപ്പോൾ H2 ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താകും? ഒരു ഹൈഡ്രജൻ ഈ കാർബണിൻ്റെ കൂടെ മറ്റേ ഹൈഡ്രജൻ ഈ കാർബണിൻ്റെ കൂടെ ബന്ധനം ഏകബന്ധനമാകും അല്ലേ. ദ്വിബന്ധനത്തിൽ 2 ആറ്റങ്ങളെ ചേർക്കുമ്പോൾ ബന്ധനം ഏകബന്ധനമാകും. അപ്പോൾ CH3 ഈഥെയിൻ ഉണ്ടാകും. ഇനി അടുത്തത് അല്ലേ നമുക്കിതുള്ളത് CH3 CH2 Cl, ഇത് ക്ലോറോ ഈഥെയിൻ ആണ്. ക്ലോറോ ഈഥെയിൻ അല്ലേ. അപ്പോൾ ക്ലോറോ ഈഥെയിൻ ഉണ്ടാകുന്ന പ്രവർത്തനം എന്താ? ഈ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? CH2 അല്ലേ, ഇതിനെ നമ്മൾ ആദ്യം ഈഥെയിൻ ആക്കുന്നു. ഈഥെയിനിൽ വീണ്ടും +Cl2. ഈഥെയിനിൽ ക്ലോറിൻ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അത് ആദേശരാസപ്രവർത്തനം നടന്ന് എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു ഹൈഡ്രജൻ അവിടുന്ന് പോകുന്നു, ആ സ്ഥാനത്തേക്ക് ക്ലോറിൻ വരും. അപ്പോൾ CH3 CH2 Cl. ഇനി ഇവിടുന്ന് പോയ എച്ചും ഒരു സീലും കൂടി ചേർന്ന് HCl ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇതാണ് ക്ലോറോ ഈഥെയിൻ. ഓക്കെ, ഇനി അതിലെ ചോദ്യം ബി, ഈഥീനിൽ നിന്നും പോളിത്തീൻ നിർമ്മിക്കുന്ന പ്രവർത്തനത്തിൻ്റെ പേര് അല്ലേ. പോളിമറുകൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് പോളിമറൈസേഷൻ എന്ന പേരിലാണ് അതറിയപ്പെടുന്നത്. ഉത്തരം പോളിമറൈസേഷൻ. ഇനി ചോദ്യം 15. ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. ഘടനാവാക്യം തന്നത് ഇതാണ്: CH3 CH2 CH ദ്വിബന്ധനം CH2. ഈ സംയുക്തം ഡാഷ് കുടുംബത്തിൽ ഉൾപ്പെടുന്നു അല്ലേ. ഒരു
സിമ്പിളായ ചോദ്യമാണ്. ദ്വിബന്ധനം ഇവിടെ ഉണ്ട്, അത് കാരണം അത് ആൽക്കീനിലാണ് വരുന്നത് അല്ലേ. നമുക്കറിയാം ദ്വിബന്ധനമുള്ള സംയുക്തങ്ങൾ ആൽക്കീനാണ്, ഏകബന്ധനം ഉള്ളതാണ് ആൽക്കൈനുകൾ, എന്നാൽ ത്രിബന്ധനമുള്ളവയാണ് ആൽക്കൈൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം ആൽക്കീൻ. ദ്വിബന്ധനം 2 വരെയാണ്, ആൽക്കീനുകളാണ് അല്ലേ. ഇനി ചോദ്യം ബി. ഈ സംയുക്തത്തിൻ്റെ തന്മാത്രാവാക്യവും IUPAC നാമവും എഴുതുക. ഇതിൻ്റെ തന്മാത്രാവാക്യം നമ്മൾ എഴുതുമ്പോൾ ആദ്യം കാർബൺ, എത്ര കാർബൺ ഇവിടെ? 1 2 3 4 അല്ലേ. അപ്പോൾ C4. ഇനി H എത്ര ഉണ്ട്? 3 5 6. ഇവിടെ വരുന്നത് H 2 ഉണ്ട്, 2 3 5 3 8 അല്ലേ. 8 C4H8 അല്ലേ. ബ്യൂട്ടീൻ എന്നാണ് അതിൻ്റെ IUPAC നാമം. ബ്യൂട്ടീൻ, C4H8 ബ്യൂട്ടീൻ അല്ലേ. ഇനി മുകളിൽ നൽകിയിരിക്കുന്ന സംയുക്തത്തിൻ്റെ അതേ തന്മാത്രാവാക്യമുള്ള ആലിസൈക്ലിക് സംയുക്തത്തിൻ്റെ ഘടനാവാക്യം എഴുതുക. അപ്പോൾ ഇവിടെ ഈ ബ്യൂട്ടൈൻ്റെ സമമായിട്ട് വരുന്ന ആലിസൈക്ലിക് സംയുക്തമാണ് ഏത് വരുന്നത്? ഇതാണ് വരുന്നത് ആലിസൈക്ലിക്. CH2 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 അല്ലേ. വലയ സംയുക്തമാണ്. ഓക്കെ, അല്ലെങ്കിൽ ആലിസൈക്ലിക് സംയുക്തം. ഇനി ചോദ്യം 16. ചോദ്യം 16 സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിലെ പ്രധാന ഘട്ടത്തിൻ്റെ സമവാക്യം വിശകലനം ചെയ്യുക. അപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുന്ന സമവാക്യത്തിലെ ഒരു ഘട്ടം അവിടെ കൊടുത്തിട്ടുണ്ട്, അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. സമവാക്യം ഇതാണ്: 2SO2 + O2 gives 2SO3 + താപം അല്ലേ. സൾഫർ ഡയോക്സൈഡ് ഓക്സിജനുമായി കൂടിച്ചേർന്ന് സൾഫർ ട്രയോക്സൈഡും താപവും ഉണ്ടാകുന്ന രാസപ്രവർത്തനം. ചോദ്യം എ. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സമ്പർക്ക പ്രക്രിയ. സമ്പർക്ക പ്രക്രിയ എന്നാണ് സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത്. ചോദ്യം ബി. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഉത്തരം V2O5 അഥവാ വനേഡിയം പെൻറ്റോക്സൈഡ്. ചോദ്യം സി. ഉണ്ടാകുന്ന SO3യുടെ അളവിനെ താഴെ കൊടുത്ത മാറ്റങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നെഴുതുക. 1. കൂടുതൽ ഓക്സിജൻ ചേർക്കുന്നു. നോക്കൂ, ഇവിടെ സമവാക്യം തന്നിട്ടുണ്ട്. കൂടുതൽ ഓക്സിജൻ ചേർക്കുന്നു എന്ന് പറഞ്ഞാൽ അഭികാരകങ്ങളിൽ ഒന്നിൻ്റെ അളവ് കൂട്ടുകയാണ് അല്ലേ. അതായത് അഭികാരകത്തിൻ്റെ ഗാഢത വർദ്ധിപ്പിക്കുമ്പോൾ പുരോപ്രവർത്തന വേഗത കൂടി ഉൽപ്പന്നത്തിൻ്റെ അളവ് കൂടും, അതായത് SO3യുടെ അളവ് കൂടും. ഇനി മറ്റൊന്ന് മർദ്ദം വർദ്ധിപ്പിക്കുന്നു അല്ലേ. മർദ്ദം, ഈ രാസപ്രവർത്തനത്തിൽ മർദ്ദത്തിന് സ്വാധീനമുണ്ടോ? ഉണ്ട്. കാരണം ഇവിടെ 2SO2 2 തന്മാത്രകൾ അല്ലേ. അതുപോലെ തന്നെ O2 1 തന്മാത്ര. അഭികാരങ്ങളിൽ ആകെ തന്മാത്രകൾ 2+1 3 തന്മാത്രയാണ് ഉള്ളത്. എന്നാൽ ഉണ്ടാകുന്ന SO3 2 അല്ലേ. ഇങ്ങനെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും മർദ്ദത്തിന് സ്വാധീനമുണ്ട് അല്ലേ. അപ്പോൾ മർദ്ദം വർദ്ധിപ്പിച്ചാലും എന്ത് ചെയ്യും? ഉണ്ടാകുന്ന SO3യുടെ അളവ് കൂടും എന്ന് മനസ്സിലാക്കുക. ഇനി ചോദ്യം 17. ഇതാണ്: ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന A എന്ന പദാർത്ഥം വിഘടിച്ച് B ആവുകയും ഇരുമ്പ് നിർമ്മാണത്തിൽ ഫ്ലെക്സായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ചോദ്യം മനസ്സിലായി. ഈ ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത് ഇരുമ്പുണ്ടാക്കുന്ന ഉപകരണമാണ് ബ്ലാസ്റ്റ് ഫർണസ് അല്ലേ. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്: A, B എന്നീ സംയുക്തങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ എന്തായിരുന്നു ചോദ്യം? ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന A എന്ന പദാർത്ഥം വിഘടിച്ച് B ആവുകയും ഇരുമ്പ് നിർമ്മാണത്തിൽ ഫ്ലെക്സായി പ്രവർത്തിക്കുകയും ചെയ്യും അല്ലേ. നമുക്കറിയാം ഫ്ലെക്സ് ഉണ്ടാകുന്ന പ്രവർത്തനം എന്താ? ഈ
ചുണ്ണാമ്പുകല്ല് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചിട്ടാണ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നത്. ഈ കാൽഷ്യം ഓക്സൈഡാണ് ശരിക്കും ഫ്ലക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എ, ബി, അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റ് ഫർണസിലേക്ക് ചേർക്കുന്ന ആ പദാർത്ഥം ഏതാണ്? ചുണ്ണാമ്പുകല്ല് അല്ലേ? ചുണ്ണാമ്പുകല്ല് അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് എന്നും പറയാം. കാൽഷ്യം കാർബണേറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ബി എന്താ? ഇരുമ്പ് നിർമ്മാണത്തിൽ ഫ്ലക്സ് ആയിട്ട് ഉപയോഗിക്കും അല്ലേ? അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് വിഘടിച്ചുണ്ടാകുന്ന CaO, അതാണ് ബി, കാൽഷ്യം ഓക്സൈഡ്. ചോദ്യം ബി, ബ്ലാസ്റ്റ് ഫർണസിലെ സ്ലാഗ് രൂപീകരണത്തിൻ്റെ രാസസമവാക്യം എഴുതുക അല്ലേ? സ്ലാഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഈ ഒരു അയിലെ മാലിന്യമാണ് അല്ലേ? ഈ ഗ്യാങ് എന്നറിയപ്പെടുന്നത്, അപദ്രവ്യം. അതുപോലെ ഗ്യാങ്ങിന് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് ഫ്ലക്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ സമവാക്യം CaO plus SiO2 gives CaSiO3. കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായി കൂടിച്ചേർന്ന് കാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടാകും. ഇവിടെ ഇതാണ് ഫ്ലക്സ്. ചുണ്ണാമ്പുകല്ല് വിഘടിച്ചുണ്ടാകുന്ന കാൽഷ്യം ഓക്സൈഡാണ് ഫ്ലക്സായി പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഹേമറ്റൈറ്റിലെ മാലിന്യം അല്ലെങ്കിൽ അപദ്രവ്യമായിട്ടുള്ള SO2 ആണ് ഗ്യാങ്ങായി പ്രവർത്തിക്കുന്നത്. ഇത് രണ്ടും കൂടി ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് സ്ലാഗ്, അത് കാൽഷ്യം സിലിക്കേറ്റ്. അതായത് ഫ്ലക്സും ഗ്യാങ്ങും കൂടി ചേർന്നാണ് സ്ലാഗ് ഉണ്ടാകുന്നത്. ഓക്കെ, ചോദ്യം 18. പതിനെട്ടാമത്തെ ചോദ്യം. എം എന്ന ലോഹം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ക്ലോറിനുമായി പ്രവർത്തിച്ച് MCl2, MCl3 എന്നീ സംയുക്തങ്ങൾ ഉണ്ടാകുന്നു അല്ലേ? അപ്പോൾ എം എന്ന ലോഹം ചില സന്ദർഭങ്ങളിൽ ക്ലോറിനുമായി പ്രവർത്തിച്ചാണ് MCl2 അതുപോലെ MCl3 ഉണ്ടാകുന്നത്, ഈ സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. ചോദ്യം ബി, ഈ സംയുക്തങ്ങളിൽ എമ്മിൻ്റെ ഓക്സീകരണാവസ്ഥകൾ കണ്ടെത്തുക. അപ്പോൾ ഈ രണ്ട് സംയുക്തങ്ങളിൽ എമ്മിൻ്റെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തണം. ഇവിടെ വരുന്നത് MCl2ൽ M2+ഉം MCl3ൽ M3+ഉമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ആദ്യം വരുന്നത് എന്തായാലും പോസിറ്റീവ് അയോണ് അല്ലേ? അതുപോലെ തന്നെ രണ്ടാമത് വരുന്നത് നെഗറ്റീവ് അയോണുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോറിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ക്ലോറിന് വന്നു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ സംയോജകത 1ആണ്. ആ 1 എമ്മിന് കൊടുത്തതാണ്. എമ്മിൻ്റെ 2ആണ് ഈ കിടക്കുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആദ്യം വരുന്ന മൂലകം പോസിറ്റീവ് മൂലകമായിരിക്കും. അതുകൊണ്ട് M2+, M3+ അല്ലേ? ഇനി വേറെ ഇത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംയുക്തത്തിൽ എത്ര ഘടകമൂലകങ്ങളുണ്ടോ അവയുടെ ഓക്സീകരണാവസ്ഥകൾ പരസ്പരം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? 0 കിട്ടണം അല്ലേ? അപ്പോൾ ഇവിടെ ക്ലോറിന് നമുക്കറിയാം, ക്ലോറിൻ എവിടെ വന്നാലും അല്ലേ, ഏത് സംയുക്തങ്ങളിൽ ക്ലോറിൻ വന്നാലും ക്ലോറിൻ്റെ ഓക്സീകരണാവസ്ഥ -1 ആണ് അല്ലേ? അപ്പോൾ ക്ലോറിൻ എന്താ വരിക? ടോട്ടൽ -1 × 2 -2 ക്ലോറിൻ വരിക. ഈ -2നോട് +2 2 ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുക. അതുകൊണ്ട് +2. ഇനി MCl3ൽ അല്ലേ, ക്ലോറിൻ ഇവിടെയും -1 മുകളിൽ കാണിക്കേണ്ടത്. അപ്പോൾ -1 × 3 -3 ടോട്ടൽ അല്ലേ? 3 ക്ലോറിൻ്റെത് -3 വരിക. പ്ലസ് -3യോട് എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 0 കിട്ടുക? +3 അല്ലേ? ആ +3 എന്ത് ചെയ്യുക? എമ്മിന് കൊടുക്കുക. എങ്ങനെയും നിങ്ങൾ ഓക്സിജനാവസ്ഥ എഴുതുക അല്ലേ? സിമ്പിളാണ്. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം, ഈ ലോഹത്തിൻ്റെ 3D സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. അതായത് 3D സബ്ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ പൂർണ്ണമായ സബ്ഷെൽ വിന്യാസം എഴുതാൻ അല്ലേ? 3D എന്ന് പറയുമ്പോൾ അവസാന ഇലക്ട്രോണുകൾ 3Dയിലായിരിക്കും. അവിടെ 6 കൊടുത്താൽ മതി, ബാക്കി നമ്മൾ കംപ്ലീറ്റ് ആണ്ട് എഴുതിയാൽ മതി. അപ്പോൾ എങ്ങനെ വരാം? 1s2, 2s2, 2p6, 3s2, 3p6. 3p കഴിഞ്ഞ ഇലക്ട്രോൺ പോകുന്നു 4s2. 4s2 നിറഞ്ഞിട്ടാണ് 3d6ലേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് സബ്ഷെൽ വിന്യാസം വരിക. 1s2, 2s2, 2p6, 3s2, 3p6, 3d6, 4s2. ഇനി അടുത്തത്, ഈ ലോഹം ഉൾപ്പെടുന്ന ബ്ലോക്കിലെ മൂലകങ്ങളുടെ ഏതെങ്കിലും ഒരു സവിശേഷത എഴുതുക. നമുക്കറിയാം ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവസാന ഇലക്ട്രോൺ 3Dയിലാണ്, D ബ്ലോക്ക്
അല്ലേ? ഡി ബ്ലോക്ക് മൂലകമാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്: ഒന്ന്, നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ മറ്റൊന്ന്, വ്യത്യസ്ത ഓക്സിഡനാവസ്ഥ കാണിക്കുന്നു. ഇവയെല്ലാം ലോഹങ്ങളാണ്. ഇവിടെ ഇതിലെ സി ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. MCl2ലെ ലോഹ അയോണിൻ്റെ സബ്ഷെൽ വിന്യാസം എഴുതുക. MCl2ലാണ് ലോഹ അയോൺ എന്ന് പറയുമ്പോൾ M ആണ് വരുന്നത്, അല്ലേ? അപ്പോൾ എമ്മിൻ്റെ സംയോജകത, എമ്മിൻ്റെ എം ഇതിൽ MCl2ൽ എങ്ങനെയാണ്? M+2 ആണ്. M+2, അല്ലേ? M+2 അയോൺ ആണുള്ളത്. M+2 അയോൺ ആണ് M എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി, 2 ഇലക്ട്രോണ് M നഷ്ടപ്പെടുത്തി. അപ്പോൾ നമ്മൾ യഥാർത്ഥ ഇലക്ട്രോൺ വിന്യാസത്തിന് 2 എണ്ണം ഒഴിവാക്കിയിട്ട് വേണം എഴുതാൻ, അല്ലേ? യഥാർത്ഥ വിന്യാസം നമ്മൾ മുകളിലൂടെ കാണിച്ചിട്ടുണ്ട്, അല്ലേ? MCl2ൻ്റെത്. ഓക്കെ, അപ്പോൾ 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ അവസാന ഷെല്ല്, അല്ലേ, ഫോറസിലാണുള്ളത്. ആ ഫോറസിന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ ഇങ്ങനെ വരും: 1s2, 2s2, 2p6, 3s2, 3p6, 3d6, അല്ലേ? 4s2 കാണിക്കണ്ട. ഇനി ചോദ്യം 19. OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ തന്മാത്രാവാക്യം C3H8O ആണ്. എന്താ ചോദ്യം? OH ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ഒരു ഓർഗാനിക് സംയുക്തത്തിൻ്റെ തന്മാത്രാവാക്യം C3H8O എന്നാണ്, അല്ലേ? ചോദ്യം A. ഈ സംയുക്തത്തിന് സാധ്യമായ 2 ഘടനാവാക്യങ്ങൾ എഴുതുക. അപ്പോൾ ഇതിന് സാധ്യമായ 2 ഘടനാവാക്യമാണ്: ഒന്ന്, CH3, CH2, CH2OH, അല്ലേ? അപ്പോൾ നമുക്ക് C3H8 ആണ് കിട്ടേണ്ടത്. 3 കാർബൺ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ H 3, 5, 7, 1, 8 ഒരു ഓക്സിജൻ. അതുപോലെ ഇവിടെ CH3, CH, CH3OH, അല്ലേ? OHൻ്റെ സ്ഥാനം മാറിയതാണ്. അപ്പോൾ ഇതെന്ത് വരും? ഇവിടെ 1, 2, 3 കാർബണ്, 3, 4, 7, 8, അല്ലേ? അപ്പോൾ C3H8O തന്നെയാണ്. 2 സംയുക്തങ്ങളാണ് ഇത്. ഇനി B ക്വസ്റ്റ്യൻ: മുകളിൽ നൽകിയ സംയുക്തങ്ങളുടെ ഒരു ഫങ്ഷണൽ ഐസോമറിൻ്റെ ഘടനയും IUPAC നാമവും എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഐസോമറാണ് CH3OCH2CH3, അല്ലേ? ഇതിൻ്റെ IUPAC ആണ് മെഥോക്സി ഈഥെയ്ൻ, മെഥോക്സി ഈഥെയ്ൻ. ഓക്കെ, ചോദ്യം 20. ചോദ്യം ഇതാണ്: ചുവടെ നൽകിയ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. ചിത്രങ്ങൾ ഇതാണ്. ഒന്നൊരു ബീക്കറിൽ കോപ്പർ സൾഫേറ്റ് ലോഹമുണ്ട്, അതിൽ സിങ്ക് ദണ്ട് ഇറക്കി വെച്ചിരിക്കുന്നു. അതുപോലെ ചിത്രം ബിയിൽ സിങ്ക് സൾഫേറ്റ് ഉണ്ട്, അതിൽ കോപ്പർ ദണ്ടും, അല്ലേ, ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ചോദ്യം എ: ഏത് ബീക്കറിലാണ് രാസപ്രവർത്തനം നടക്കുന്നത്? ഉത്തരം: ബീക്കർ എയിലാണ് രാസപ്രവർത്തനം നടക്കുക, അല്ലേ? കാരണം ഈ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന് ക്രിയാശീലത കുറവും, അതുപോലെ തന്നെ മുങ്ങി നിൽക്കുന്ന ഇറക്കി വെച്ചിരിക്കുന്ന സിങ്ക് ദണ്ടിന് ക്രിയാശീലത കൂടുതലും ആയിരിക്കണം. ഈ സമയത്ത് മാത്രമാണ് പ്രവർത്തനം, ആദേശ രാസപ്രവർത്തനം നടക്കുക, അല്ലേ? ഇവിടെ കോപ്പറിന് ക്രിയാശീലത കുറവാണ്, അത് കാരണം രാസപ്രവർത്തനം നടക്കുന്നില്ല. അപ്പോൾ ഉത്തരം എ ആണ് ഉത്തരം. ഏത് ബീക്കറിലാണ് രാസപ്രവർത്തനം നടക്കുന്നത്? അല്ലേ, ബീക്കർ എ. ബി ചോദ്യം: രാസപ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക. രാസപ്രവർത്തന സമവാക്യം ഇതാണ്: Zn സിങ്ക് പ്ലസ് CuSO4 gives ZnSO4 plus Cu. ഓക്കെ, ഇനി ബീക്കറുകളിൽ ലഭ്യമായിരിക്കുന്ന സാമഗ്രികൾ ഉപയോഗിച്ച് ഒരു ഗാൽവനിക് സെൽ എങ്ങനെ നിർമ്മിക്കാം? ചിത്രം വരച്ച് വിശദമാക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 2 ബീക്കറുകളുണ്ട്. ഒന്നാമത്തെ ബീക്കറിൽ നമ്മൾ ഇതിൽ സിങ്ക് ദണ്ട്, അല്ലേ, ഒരു ദണ്ട്, ഒരു ലോഹം അതിൻ്റെ തന്നെ ലോഹലായനിയിൽ മുങ്ങി നിൽക്കണം. ഇവിടെ നമുക്കത് തിരിച്ചു തന്നിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്തു? സിങ്ക് സൾഫേറ്റിൽ സിങ്ക് ദണ്ട്, അതുപോലെ കോപ്പർ സൾഫേറ്റിൽ കോപ്പർ ദണ്ടും ഇറക്കി വെച്ചു. ഇനി
ഈ രണ്ട് ദണ്ഡ് അല്ലെങ്കിൽ ഇലക്ട്രോഡുകളെയും വോൾട്ട് മീറ്റർ മുഖേന ബന്ധിപ്പിച്ചു അല്ലേ. ഇനി ഇലക്ട്രോൺ പ്രവാഹം തുടർച്ചയായി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ലൈനുകളെയും തമ്മിൽ സോൾട്ട് ബ്രിഡ്ജ് വഴി ബന്ധിപ്പിക്കണം. അങ്ങനെ രണ്ട് ലൈനുകളെ സോൾട്ട് ബ്രിഡ്ജ് വഴി ബന്ധിപ്പിച്ചു. ഇപ്പം എന്ത് ചെയ്യും, രാസപ്രവർത്തനം നടക്കും അല്ലേ. ഇനി ഇവിടെ ഇലക്ട്രോൺ പ്രവാഹ ദിശ കാണിക്കുന്നത് സിങ്കിൽ നിന്ന് കോപ്പറിലേക്കാണ് അല്ലേ. സിങ്കിൽ നിന്നാണ് കോപ്പറിലേക്ക് ഇലക്ട്രോണുകൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ചോദ്യങ്ങൾ. നല്ല എളുപ്പമായിരുന്നു. ഓക്കെ.